Praise the Lord. സ്തോത്രം. ഉറക്കെ പറഞ്ഞ് സ്തോത്രം. ഒരു മുടക്കുമില്ലല്ലോ. കിടക്കട്ടെ ആകാശത്തൊരായിരം സ്തോത്രം. Praise the Lord. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വലിയവനായ ദൈവം എനിക്കും സൗകര്യം തന്നതോർത്ത്, ഭാഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് PG വർഗീസ് എന്നാണ്. ഞാൻ ഡൽഹിയിലുള്ള ഒരു സുവിശേഷ പ്രസംഗകനാണ്. വല്ലപ്പോഴുമൊക്കെ കേരളത്തിൽ വരും. പക്ഷേ എല്ലാ ഞായറാഴ്ചയും സൂര്യ TV-യിൽ ഞാൻ രാവിലെ 6 മണിക്ക് വരുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും സൗകര്യമുള്ളവർക്കൊക്കെ കാണാം. സാധാരണ ആളുകൾ പ്രസംഗിക്കുന്നത് പോലെയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പഞ്ചാബിയാണ്. ജനിച്ചത് കേരളത്തിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ഫലിതമായിട്ട് പറയാറുണ്ട്, അബദ്ധവശാൽ കേരളത്തിൽ ജനിച്ചു പോയെന്ന്. ഫലിതം പറഞ്ഞാണ് കേട്ടോ. ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ എം ബോൺ ഇൻ കേരള ആൻഡ് എ ക്രിസ്ത്യൻ ഫാമിലി, ഗുഡ് ഫാമിലി. എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഫലിതമായിട്ട് പറയും. ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയത് നിങ്ങളൊക്കെ അധികം പേര് ജനിക്കുന്നതിന് മുമ്പാണ്. 1961 ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയത്. അപ്പോൾ ഞാനൊരു വടക്കേ ഇന്ത്യക്കാരനായി. ഞാൻ ചോറുണ്ടൊന്നും എനിക്ക് ഇഷ്ടമല്ല. ചപ്പാത്തിയും പരിപ്പുമാണ് എൻ്റെ ഇഷ്ടപ്പെട്ടത് ആഹാരം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ ഹിന്ദിയാണ്, മലയാളമല്ല. മലയാളം പറയുമ്പോൾ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ തപ്പാറുണ്ട്. ഒരു ഫലിതം പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എപ്പോഴും ഒരു ഫലിതം പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത്. മണവാളനും മണവാട്ടിയും ഉള്ളതുകൊണ്ട് ഒരു ഫലിതം പറയാൻ ആഗ്രഹിക്കുക. സ്വർഗസ്ഥനായ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചതിന് ശേഷം ഒരു ദിവസം ദൈവം ഇറങ്ങി വന്നു ആദാമിൻ്റെ കൂടെ നടക്കാൻ. ഹവ്വായുടെ കൂടെ നടന്നതായിട്ട് പറഞ്ഞിട്ടില്ല. പിണങ്ങരുത്, ഹവ്വാമാരാരും പിണങ്ങരുത്. ആദാമിൻ്റെ കൂടെ നടക്കാൻ പോയപ്പോൾ ദൈവത്തിൻ്റെ ആദാം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ദൈവമേ, ഒരു ചോദ്യം ചോദിച്ചാട്ട് മോനെ. അല്ല, പിണങ്ങത്തില്ല. ഇല്ല, പിണങ്ങത്തില്ല, നിനക്ക് എന്ത് വേണേലും ചോദിക്കാം. അല്ല, ഈ പെണ്ണും പിള്ളെ ഇത്രയേ സുന്ദരിയായിട്ട് സൃഷ്ടിച്ച എന്തുകൊണ്ടാ? ദൈവം പറഞ്ഞു, അതുകൊണ്ടാണ് നീ അവളെ സ്നേഹിക്കുന്നത്. എന്നാലും ആ മൂക്ക് നോക്കി, എൻ്റെ ദൈവമേ, കോലഞ്ചേരിക്കാരുടെ മൂക്ക്. അയ്യോ, ഇത്രയേ നല്ല മൂക്ക് എന്തിനാ കൊടുത്തേ? അന്നേരം ദൈവം പറഞ്ഞു, അതുകൊണ്ടാണ് നീ അവളെ സ്നേഹിക്കുന്നത്. എന്നാലും കർത്താവേ, ആ തലമുടി കണ്ടോ? വേവിങ് ഹെയർ, ഇത്രയും നല്ല തലമുടി എന്തിനാ കൊടുത്തത്? അതുകൊണ്ടാണ് നീ അവളെ സ്നേഹിക്കുന്നത്. കർത്താവേ, എന്നാലും ആ ഷേപ്പ് കണ്ടില്ലയോ? അയ്യോ, എൻ്റെ ദൈവം, ഇത്രയും സുന്ദരിയായിട്ട് എന്തിനാ സൃഷ്ടിച്ചത്? അപ്പോൾ അയാൾ ചോദിച്ചതിനെല്ലാം ദൈവം ഉത്തരം പറഞ്ഞു, അതുകൊണ്ടാണ് നീ അവളെ സ്നേഹിക്കുന്നേ. പറഞ്ഞു, ദൈവമേ, ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, പിണങ്ങല്ലേ? ഇല്ല, നീ എന്ത് വേണേലും ചോദിച്ചോ. അവക്കെന്താ ഇച്ചിരിയും ബുദ്ധി കൊടുക്കാഞ്ഞേ? അപ്പോൾ ദൈവം പറഞ്ഞു, അതുകൊണ്ട് അവള് നിന്നെ സ്നേഹിക്കുന്നേ. ബുദ്ധിയുള്ള വല്ല സ്ത്രീകളും വല്ല പുരുഷന്മാരെയും സ്നേഹിക്കും. സാധാരണ കല്യാണത്തിന് ആളുകൾ പ്രസംഗിക്കുന്ന വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം കോട്ട് ചെയ്ത്, രണ്ടാമതൊരു വാക്യം കോട്ട് ചെയ്ത്, അങ്ങനെ എനിക്കും പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഞാൻ കുറെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മണവാളൻ ഒരു സെറ്റ്, മണവാട്ടിക്കൊരു സെറ്റ്, മണവാളനും മണവാട്ടിക്കും കൂടെ ഒരു സെറ്റ്, മണവാളന്റെ അപ്പനും അമ്മയ്ക്കും കൂടെ ഒരു സെറ്റ്. ഇരുന്നാ മതി എഴുതിട്ടാണ്. അതൊക്കെ വായിച്ചിട്ട് പറയാനുള്ളതൊക്കെ കേട്ടോണം. പിന്നീട് എപ്പോഴെങ്കിലും തങ്കൂറ് തരണം ഭാര്യയ്ക്കും കൂടെ. അതൊക്കെ വായിച്ചോണം. അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയുന്നതായിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുടുംബജീവിതത്തെ പറ്റിയാണ് പ്രസംഗിച്ചത്. അടുത്ത ഞായറാഴ്ചയും TV-യിൽ പ്രസംഗിക്കാൻ പോകുന്നത് കുടുംബജീവിതത്തെ പറ്റിയാണ്, കേൾക്കണം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ടിപ്സ്, കുറച്ച് സൂചനകൾ, അനുഗ്രഹിക്കപ്പെട്ട സമാധാനം നിറഞ്ഞ ഒരു കുടുംബജീവിതം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പറയുന്നത് കേട്ടാട്ടെ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഒരു ഞായറാഴ്ച ദിവസം ശിഷ്യന്മാരെ കാണാൻ വന്നു. 11 പേര് ശിഷ്യന്മാരായിരുന്നു. 12 പേരായിരുന്നു. ഒരാൾ പിന്മാറിപ്പോയി. ബാക്കി 11 പേരുണ്ടായിരുന്നു. തോമസ് ഇല്ലാതിരുന്ന ഒരു സമയത്ത് യേശു അവിടെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സമാധാനം? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അരമണിക്കൂർ കഴിഞ്ഞോ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഒരു ചോദ്യം, ആദ്യം കൊടുത്ത സമാധാനം എവിടെ പോയി? പെട്രോൾ ഇവിടെ വെക്കാമെങ്കിൽ അത് എവാപ്പറേറ്റ് ആവും. എന്നാൽ അതുപോലെ ദൈവം കൊടുത്ത, യേശു കൊടുത്ത സമാധാനം അരമണിക്കൂറിനകത്ത് എവാപ്പറേറ്റ് ആകുമോ? എന്തുകൊണ്ടാണ് 2 പ്രാവശ്യം സമാധാനം എന്ന് പറയേണ്ടി വന്നത്? കേട്ടണം. കല്യാണം കഴിഞ്ഞവർ കേൾക്കണം, കല്യാണം കഴിക്കാനുള്ളവർ കേൾക്കണം, കല്യാണം കഴിക്കത്തില്ലെന്ന് തീരുമാനമുള്ളവരും കേൾക്കണം. എന്തുകൊണ്ട് 2 പ്രാവശ്യം അരമണിക്കൂറിനകത്ത് സമാധാനം എന്ന് 2 പ്രാവശ്യം പറഞ്ഞു? ഒന്ന് ഹൃദയത്തിൽ സമാധാനം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഹൃദയത്തിൽ സമാധാനം. 2 നിങ്ങളുടെ വീട്ടിൽ സമാധാനം. ഇന്ന് അനേക ക്രിസ്തീയ കുടുംബങ്ങളിലും രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയുന്ന അനേക സുവിശേഷ വേലക്കാരുടെ വീടുകളിൽ സമാധാനമില്ല. സമാധാനം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ചില കുറിപ്പടികൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്
ഒന്ന് ഒന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട സമാധാനം ഉണ്ടാകാൻ ഒന്ന്, ഒരിക്കലും വഴക്കുണ്ടാക്കാത്ത ഒരു കുടുംബം ഇല്ല. ഉണ്ടായിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം, അവിചാരിതമായിട്ട്. എല്ലാത്തിനും എക്സംഷണൽ കേസസ് ഉണ്ട്, അങ്ങനെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാകാം. ഇനിയും പറയുന്നത് ഒരു അനുഭവം പറയാൻ പോവാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ്. എൻ്റെ വീട്ടിൽ എന്നും വഴക്കായിരുന്നു. നിത്യ വഴുതനങ്ങ എന്ന് പറയുന്ന പോലെ നിത്യ വഴക്കായിരുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ രക്ഷിക്കഴിഞ്ഞപ്പോൾ നിത്യമായിട്ടുള്ള എന്നുമുള്ള വഴക്കങ്ങ് നിന്നു. പിന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യമുള്ളൂ. സത്യമേ പറയത്തുള്ളൂ ബിജി വർഗീസ്. അത് കഴിഞ്ഞ് ഞാൻ പാസ്റ്ററായി കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ 3 ദിവസം എന്നുള്ള വഴക്കങ്ങ് നിന്നു. ആഴ്ചയിൽ 4 ദിവസമായി. പിന്നീട് ഞാൻ ഒരു ലീഡറായി, പാസ്റ്റർമാരുടെ ലീഡറായി. അന്നേരം ഈ 4 ദിവസം എന്നുള്ള വഴക്കങ്ങ് നിന്നു. ഒരു ദിവസം ഭാര്യയുടെ കർണക്കുറ്റിക്ക് അടിച്ചു. ഒരിക്കലും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഭാര്യ അടിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ട പാസ്റ്ററായതിനു ശേഷം ഭാര്യ അടിച്ചു. പിന്നെ അടിച്ചു. ഒരു ദിവസം ഞാൻ എവിടെയോ യാത്ര ചെയ്തും വെച്ച് തിരികെ വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കണ്ടു. വെളിയിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഞാൻ നടന്നു വരും. ഞാൻ ദാരിദ്ര്യത്തിലാണ് എൻ്റെ സുവിശേഷ വേല തുടങ്ങിയത്, കാശ്മീരിൽ, പഞ്ചാബിൽ. ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ കുഞ്ഞുങ്ങളാണ് ഡാഡി വരുന്ന ഓടടാ, എല്ലാവരും കൂടെ ഓടണം, ഷൂസ് മാറണം, പുസ്തകം മാറണം. ഈ പൂച്ചയെ കണ്ട് എലിയെ പോലെയല്ല ഓടാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചൂടാ, ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം വീട്ടിൽ സമാധാനം കൊടുക്കും, ഞാൻ എൻ്റെ മക്കൾക്ക് സമാധാനം കൊടുക്കും. ഇനി പറയുന്നത് കേട്ടെ, 27 വർഷമായി എൻ്റെ വീട്ടിൽ വഴക്കുണ്ടായിട്ട്. 27 വർഷം. എങ്ങനെ സമാധാനം ഉണ്ടാകുകയല്ല, സമാധാനം ഉണ്ടാക്കുന്നു. 2 പേരും കേട്ടോണം, 2 പേരും. ഹല്ലേലൂയ. എന്നെങ്കിലും നിങ്ങൾ ജീവിച്ചു വരുമ്പോൾ പറഞ്ഞതിന്റെ തുടർച്ച പറയുകയാണ്, നിങ്ങളുടെ വഴക്കിന്റെ ഫ്രീക്വൻസി അത് കുറഞ്ഞു വരണം. മാസത്തിലൊരിക്കലാണ് വഴക്കുണ്ടായെന്ന് വിചാരിച്ചാട്ട്, ഉണ്ടാകാൻ പാടില്ല. 3 മാസത്തിലൊരിക്കൽ ഉണ്ടായെന്ന് വിചാരിച്ചാട്ട് അത് കുറഞ്ഞു വരണം. പിന്നെ 6 മാസം ആവണം, പിന്നെ 1 വർഷം ആവണം, കുറഞ്ഞു വരണം. അഥവാ കൂടിയാൽ, കേട്ടാട്ടെ, റോണക്ക് കേൾക്കണം, സാറേ കേൾക്കണം, നിങ്ങൾ കേൾക്കണം. അഥവാ അതിന്റെ ഫ്രീക്വൻസി കൂടിയാൽ, എപ്പോഴെങ്കിലും കൂടിയാൽ, ഒരു കൗൺസിലറിനെ കാണാൻ മടിക്കരുത്. ഭാര്യയും ഭർത്താവും കൂടെ പോകണം, നിങ്ങൾക്ക് നല്ലതായിരിക്കും. 3. ഹല്ലേലൂയ. ഇന്നത്തെ വിവാഹിതരായിട്ടുള്ള മനുഷ്യരെ 4 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. 1, ഒന്നിച്ച് താമസിക്കുന്നു പക്ഷെ നരകമാണ്. ഭർത്താവിന് നരകം, ഭാര്യയ്ക്ക് നരകം, മക്കൾക്ക് നരകം, അയലത്തുകാർക്ക് നരകം. 2, ഒന്നിച്ച് താമസിക്കുന്നു പക്ഷെ മനസ്സിനകത്ത് ഡിവോഴ്സ്ഡാണ്. ഒന്നിച്ച് കിടന്നാൽ പോലും ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു. ഒന്നിച്ച് താമസിക്കുന്നു പക്ഷെ നരകം അവിടെയുണ്ട്, ഡിവോഴ്സ്ഡാണ് മനസ്സിനകത്ത്. 3, എൻജോയ് ചെയ്യുന്ന ഒരു കുടുംബജീവിതം. കുഴപ്പമൊന്നുമില്ല, വഴക്കൊന്നുമില്ല, അങ്ങ് കഴിയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരുവിധം സമാധാനമല്ല ഉണ്ടാക്കിയെടുക്കുന്നു. 4, വളരെ കുറച്ചു പേർ മാത്രം അനുഭവിക്കുന്ന 4ാമത്തെ ഗ്രൂപ്പുകാരുണ്ട്. നിത്യം ഹണിമൂണാണ്. നിത്യം ഹണിമൂൺ. വയസ്സ് 74 ആയാലും 75 ആയാലും 80 ആയാലും ഹണിമൂൺ അനുഭവിക്കുന്നു. 4ാമത്തെ തരത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരണം. ഇതൊരു ദുഃഖവാർത്തയാണ്. കുറച്ചു പേര് മാത്രമേ ആ ഗ്രൂപ്പിനകത്ത് വരുന്നുള്ളൂ. 5, വിവാഹം എന്ന് പറയുന്നത് സംസ്കൃത വാക്കാണ്. വിവാഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം വിശേഷണയുള്ള വാഹം, വിശേഷണയുള്ള ചുമട്. ഇനിയും പറയുന്നത് കേട്ടേ, കാര്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നടന്നില്ലെങ്കിൽ ഈ വാഹം നിങ്ങളുടെ കഴുത്തിന് വേദന തരും, നിങ്ങളുടെ ശരീരത്തിന് വേദന തരും, നിങ്ങളുടെ മനസ്സിന് വേദന തരും. അതുകൊണ്ട് ഇതൊരു വിശേഷണമുള്ള വാഹമാണ്. വളരെ ശ്രദ്ധിച്ച് നടക്കണം. നിങ്ങൾ വീട്ടിലൊക്കെ മുട്ട എടുക്കുമായിരിക്കും രാവിലെ ഓംലെറ്റ് ഉണ്ടാക്കാൻ, അല്ലേ? മുട്ടയെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോണം. ആരായിരിക്കും നാളെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കുന്നേ? ആരായിരിക്കും നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കുന്നേ? ആരായിരിക്കും? അല്ല, അത് തീരുമാനിക്കുമല്ല, ഇപ്പൊ പറഞ്ഞാട്ടെ. ഉണ്ടാക്കണം. അതെ, ഭർത്താവ് കാപ്പി ഉണ്ടാക്കണമെന്ന് വേദപുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്. വേദപുസ്തകത്തിനകത്തുണ്ട്, ഭർത്താവ് ഉണ്ടാക്കണം. ഹീ ബ്രൂസ്. അത് ഇംഗ്ലീഷ് അറിയാവുന്ന പറഞ്ഞത്. അവനാണ് കാപ്പി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം സമ്മതിച്ചു. കൊച്ചയെ നീ ഭാഗ്യമുള്ളവളാ, ഇങ്ങനെയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ. ഇന്ത്യൻ കോഫി, ഇൻസ്റ്റന്റ് കോഫി, എന്തുവായാലും വേണ്ടിയില്ല. നിങ്ങൾ മുട്ടയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഈ മുട്ട വളരെ ലോലമാണ്. ഇത് ആഞ്ഞു കുലുക്കിയാൽ ഇതിനകത്തെ ഭ്രൂണം
ഇതിനകത്തെ വിത്ത് ഉടഞ്ഞു പോകും, പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അധികം കുലുക്കരുത്, ശക്തിയോടെ കുലുക്കരുത്. ഭർത്താവിനെ കുലുക്കരുത്, ഭാര്യയെ കുലുക്കരുത്, ബന്ധങ്ങൾ കുലുക്കരുത്. 2, ഇത് വെയിലത്ത് വെക്കാമെങ്കിൽ, ചൂട് വെക്കാമെങ്കിൽ ഇത് കേടായിപ്പോവും, ഉണ്ടാകത്തില്ല. 3, താഴെ വീണാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് താഴെ വീഴരുത്. മുട്ടയെടുക്കുമ്പോഴൊക്കെ ഓർത്തോണം, നിങ്ങളുടെ കുടുംബം ഇതുപോലെയായിരിക്കണം. സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. വളരെ ശ്രദ്ധിച്ച് കുടുംബജീവിതം നയിക്കണം. 6 ഹല്ലേലൂയ 6 ഇത് അനുഗ്രഹത്തിന് ചില വിറ്റാമിൻ ഗുളികകൾ ക്യാപ്സ്യൂളായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 1, സേ സംതിങ് നൈസ് ടു യുവർ വൈഫ് എവറി ഡേ. ഒരു 12 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. ഒരു മനുഷ്യൻ 12 ഗ്ലാസ് വെള്ളം കുടിക്കണം. 12 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ ഭാര്യയോട് 12 പ്രാവശ്യം നല്ല കാര്യം പറയണം. നിന്നെ കാണാൻ കൊള്ളാം, നിന്നെ കിട്ടിയത് ഭാഗ്യമായി പോയി, അയ്യോ നീ ഭൂലോക സുന്ദരിയാണ്, ഐശ്വര്യറായി പോലും തോറ്റുപോകും. കള്ളമാണെങ്കിലും അങ്ങ് പറ, ഭർത്താവിൻ്റെ അടുക്കലും പറ. എനിക്ക് 74 വയസ്സായി. എൻ്റെ ഭാര്യയുടെ വയസ്സ് പറയാൻ പാടില്ല, 88 തോന്നുന്നു. സോറി 68 തോന്നുന്നു. അല്ല, അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ്, ഐശ്വര്യറായുടെ അനിയത്തി എന്തുകൊണ്ട് വിശേഷം? സേ സംതിങ് നൈസ് ടു യുവർ സാറ. നല്ല കാര്യം ഭർത്താവിൻ്റെ ഒക്കെ പറയണം, ഭാര്യയുടെ ഒക്കെ പറയണം. 1, സേ സംതിങ് നൈസ് ടു യുവർ സാറ. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്. ആഹാരം നല്ലതാണെന്ന് പറയണം, നല്ലതല്ലേലും അങ്ങ് പറയണം. ഒരു വീട്ടിൽ ഞാൻ ചോറുണ്ണാൻ ചെന്ന് കഴിഞ്ഞപ്പം ഭാര്യ ഏതാണ്ട് എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയി. അന്നേരം ഞാൻ ഭർത്താവിൻ്റെ ഒക്കെ പറഞ്ഞു, അയ്യോ നല്ല ആഹാരം. അന്നേരം ഭർത്താവ് പറയാ, അവള് കേൾക്കരുതല്ലോ, പറഞ്ഞാൽ അഹങ്കരിച്ചു പോകും. പക്ഷെ ഞാൻ ഭാഗ്യവാനാ. ഞാൻ പറഞ്ഞു, അവള് കേൾക്ക വേണം പറയാൻ കേട്ടോ. അപ്പൻ്റെ അടുക്കൽ പറയണം. ചിലർ പറയുന്നതെന്നറിയാം, ചില സ്ത്രീകൾ പറയുന്നത്, ഇവിടെ അല്ല ഞങ്ങളുടെ നാട് എവിടെയാണെന്ന് ഞാൻ പറയത്തില്ല. അവിടുത്തെ ആരെ കണ്ടുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിന് കയറി പിടിച്ചാലോ. ചില സ്ത്രീകൾ പറയുന്നത്, എൻ്റെ അമ്മ, അയാളുടെ അമ്മ. രണ്ടും ഒരുപോലെ സ്നേഹിക്കണം. ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മായിയമ്മയെ സ്നേഹിക്കുമോ? നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കുമോ? സ്നേഹിക്കണം. ദീർഘായുഷ്ണ്ടാകാൻ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞ ടിപ്പാണ് ദീർഘായുഷ്ണ്ടാകുവാൻ. നീ അമ്മയെ ശപിച്ചാൽ, അമ്മായിയമ്മയെ ശപിച്ചാൽ, അമ്മായിയപ്പനെ ശപിച്ചാൽ, ഇയാളങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ ഈ വീടിഞ്ഞ് കിട്ടിയേനെ. ഇയാളെന്തിനെ ജീവിച്ചിരിക്കുന്ന വല്ല വിഷവും കൊടുത്ത് ചാവരുത്. ഒരു അമ്മ പറഞ്ഞതാണ്, പാടില്ല, അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ഓർക്കണം, ശ്രദ്ധിക്കണം. 2ാമത്തെ കാര്യം, ദൈവം മനുഷ്യനെയും സ്ത്രീയെയും സൃഷ്ടിച്ച 2 വിധത്തിലാണ്. പുരുഷൻ ചിന്തിക്കുന്നത് പോലെ അല്ല ഭാര്യ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു കാര്യം കേട്ടാൽ ഭാര്യ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ഉദാഹരണത്തിന്, ഒരു ഭർത്താവ് എവിടെയെങ്കിലും പോയിട്ട് വരാമെങ്കിൽ ഭാര്യ ചോദിക്കും, അവിടെ പോയായിരുന്നോ, അന്നേരം അയാളോട് ഉണ്ടായിരുന്നോ, അയാളുടെ ഭാര്യ എവിടെയായിരുന്നു, നിങ്ങളുടെ അടുക്കലായിരുന്നു നിന്നേ, കാപ്പി തന്നപ്പം മുട്ടി, ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഇവക്ക് ഏതാണ്ട് തന്നെ സംശയം ഉണ്ടായിട്ടല്ല, അവക്ക് ഡീറ്റെയിൽസ് അറിയണം. ഭർത്താക്കന്മാരങ്ങനല്ല, ഹെഡ്ലൈൻസ് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അത് മനസ്സിലാക്കി ഭാര്യയെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇതാ സൃഷ്ടിക്ക് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചതിന് ശേഷം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഇത് ഒത്തിരി പേരും ശരിയായിട്ട് പാലിക്കുന്നത്. സ്ത്രീയൊക്കെ പറയാം, എടീ നീ അപ്പനെയും അമ്മയും വിട്ടുവെച്ച് എൻ്റെ കൂടെ വരണം ശരിയാ. പക്ഷെ ഇന്ന് ഒത്തിരി പുരുഷന്മാരും അപ്പനെയും അമ്മയും വിട്ടുപിരിയുന്നില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും കൂടുതൽ സ്നേഹം, ഭാര്യയേക്കാൾ കൂടുതൽ സ്നേഹം പെങ്ങളോടാണ്. പെങ്ങളെ സ്നേഹിക്കണം, പെങ്ങളുടെ മക്കളെ സ്നേഹിക്കണം. പക്ഷെ വേദപുസ്തകം പറയുന്നു, പുരുഷൻ ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം. ഹല്ലേലൂയ. 4, ഒരു ത്രികോണം പോലെയാണ് കുടുംബജീവിതം. താഴത്തെ ലൈൻ ദൈവം, മറ്റേത് 2 കണ്ടോ, താഴത്തെ ലൈൻ മറ്റേത് 2. ഇതിനാ നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾ സൂക്ഷിക്കാമെങ്കിൽ ഇതിനകത്ത് പിറക്കുന്ന കുഞ്ഞുങ്ങൾ സമാധാനചിത്തരായിരിക്കും. പറയുന്നത് കേട്ടാൽ, അധികവും പിഴയാകുന്ന പെൺകുട്ടികൾ, വല്ലവരുടെയും കൂടെ കോളേജിൽ പഠിക്കുമ്പോൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ, വീട്ടിൽ വഴക്കുണ്ടാകുന്ന അപ്പൻ്റെ അമ്മയുടെയും മക്കളായിരിക്കും. വീട്ടിലെ അരക്ഷിതാവസ്ഥ, ആ മക്കളെ നിങ്ങൾ
വേറൊരുത്തന്റെ പുറകെ ഓടിപ്പോകാൻ, വഴിയിൽ നിന്ന് ശൂളം അടിക്കുന്നവന്റെ പുറകെ. എന്നെ ഒന്ന് വിളിച്ചേ, എവിടെ വരണം? ബോംബെയിലോ മലബാർ, എവിടെ വേണേലും വരാം. എന്താ, ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി. അതുകൊണ്ട് ഈ ത്രികോണത്തിനകത്തായിരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. വളരെ സൂക്ഷിച്ചു വേണം നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ പാലിക്കാൻ. എൻ്റെ കയ്യിൽ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മുട്ടുണ്ട്, കോഴിയുണ്ട്, ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാ കുറെ ബോൾ താഴെയിട്ടാൽ കുതിച്ചു പോരും. കുറെ പന്ത്രണ്ട്. ഇത് നിങ്ങളുടെ സ്നേഹിതരാണ്, ഇത് നിങ്ങളുടെ അപ്പനാണ്, ഇത് നിങ്ങളുടെ അമ്മയാണ്, ഇത് നിങ്ങളുടെ പാസ്റ്ററാണ്, ഇതൊക്കെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ്, ഇത് നിങ്ങളുടെ കുടുംബമാണ്. ഇതിനകത്ത് ഏറ്റവും വിലപ്പെട്ടത് ഏതാണെന്നറിയോ? നിങ്ങളുടെ കുടുംബം. നിങ്ങളുടെ കുടുംബം, ഭാര്യ ഭർത്താക്കന്മാർ, അപ്പനും അമ്മയും അല്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടത് ഒന്ന് ദൈവം, പിന്നെ രണ്ടാമത് നിന്റെ ഇണ, നിന്റെ തുണ. തെറ്റുപറ്റരുത്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഇതൊക്കെ ഒരു നിങ്ങൾ അമ്മാനമാടുന്നുണ്ട്. ഞാൻ കൊച്ചുനാളിൽ എൻ്റെ പെങ്ങളുടെ കൂടെ അമ്മാനമാടുമായിരുന്നു. 2 കല്ലെടുത്തിട്ട് അല്ലെങ്കിൽ വെള്ളക്കായ എടുത്തിട്ട് ചാടും. 1 2 3 4 1 2 3 4 1 2 3 4. ഇതിനകത്തൊന്ന് താഴെ വീണാൽ എല്ലാം താഴെ വീഴും. എനിക്ക് സമയമെടുത്ത് മാത്രമേ അത് രണ്ടാമതും കയ്യിലെടുക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് എന്നെങ്കിലും ഇതാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, ഇതാണ് നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ സഭയിലുള്ളവർ. ഇത് താഴെ വീണാൽ, ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ഇത് തിരിച്ചെടുക്കാവുന്നതാണ്. ഇത് താഴെ വീണാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. പക്ഷേ നിന്റെ ഭാര്യയോ ഭർത്താവോ താഴെ വീണാൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പിന്നീട് ഒന്നിച്ച് താമസിച്ചാലും നിങ്ങളുടെ കുടുംബജീവിതം എന്തായിരുന്നുവോ അതായിരിക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഇണയുമായിട്ടുള്ള ബന്ധം താഴെ വീഴാൻ ഇടയായി തീരരുത്. ഇത് 2 പാടില്ലാത്ത 5-ാമത്തെ ഉപദേശം. 2 പാടില്ല കേട്ടോ സാരയും റോണക്കും. 2 പാടില്ല, 2 കിടക്ക പാടില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ട് 48 വർഷമായി. ഇന്ന് വരെ ഞങ്ങൾ 2 കിടക്കെ കിടന്നിട്ടില്ല. വഴക്കുണ്ടായി കഴിഞ്ഞാലും 2 കിടക്കെ കിടന്നിട്ടില്ല. 2 മുറി ഉണ്ടെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും പോയി കിടക്കത്തില്ല. വേദപുസ്തകം ഒരിക്കലും ബെഡ്സ് എന്ന് പറയുന്നില്ല, ബെഡ്. ഒരു കിടക്കൽ കിടക്കണം കേട്ടോ, ഒരു കിടക്കൽ കിടക്കണം. 2 പാടില്ലാത്ത 2 വെപ്പ് പാടില്ല. ഒരു വീട്ടിൽ 2 വെപ്പ് പാടില്ല. നീ നിന്റെ ചോറ് വെച്ചോ, ഞാൻ എന്റെ ചോറ് വെച്ചോളാം. നമ്മുടെ എന്റേതും നിന്റേതും എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മളുടെ 2 വെപ്പ് പാടില്ല. 2 പേഴ്സ് പാടില്ല. 2 പേർക്കും. എനിക്ക് വേറെ അക്കൗണ്ടാണ്, എൻ്റെ ഭാര്യയ്ക്ക് വേറെ അക്കൗണ്ടാണ് ബാങ്കിൽ. പക്ഷെ ഞങ്ങൾ ഒന്നിച്ചാണ്. എന്റെ പണം ലില്ലിക്ക് അറിയാം, ലില്ലിയുടെ പണം എനിക്കറിയാം. ഞാൻ പറയാതെ ലില്ലി ആർക്കും കൊടുക്കത്തില്ല, ലില്ലി അറിയാതെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല. 2 പേഴ്സ്. 3 കാര്യങ്ങൾ 2 പ്രാവശ്യം പാടില്ല. 6, ആദിയിൽ ദൈവം ഉണ്ടായിരിക്കേണ്ട 7 കാര്യങ്ങൾ. വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആദ്യത്തെ ഭാഗം പറയുന്നു, ആദിയിൽ ദൈവം. ഏതിനകത്തൊക്കെ ദൈവം ഉണ്ടായിരിക്കണം? 1, നിന്റെ ദിവസത്തിന്റെ ആദിയിൽ ദൈവം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ദിവസത്തിന്റെ ആദിയിൽ. ദിവസത്തിന്റെ സന്ധ്യയിൽ. ഞാൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? സന്ധ്യയ്ക്ക് പ്രാർത്ഥന. മലയാളികൾ ഭാഗ്യമുള്ളവരാണ്. യഹൂദന്മാർക്ക് പോലും ഇല്ലാത്ത ഒരു പാരമ്പര്യം നമ്മൾക്കുണ്ട്. വടക്കേന്ത്യയിൽ ആർക്കും ഇല്ലാത്ത ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ചെറുക്കൊക്കെ കണ്ടെന്ന് വരാം. രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന. രാവിലത്തെ കുടുംബ പ്രാർത്ഥന എവിടെയോ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. നാം ധൃതിയുള്ള മനുഷ്യരായി. പക്ഷെ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന നിർത്തരുത്. 1, രാവിലെ അതിരാവിലെ ദൈവം. 2, നിങ്ങളുടെ സന്ധ്യയുടെ ആദിയിൽ ദൈവം. 3, നിങ്ങളുടെ രാത്രിയിൽ ദൈവം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് 5 മക്കളാണ്. 5 അല്ലെന്ന് തോന്നുന്നു. എത്ര വെറുതെ. എനിക്ക് എത്ര മക്കളാ? 6. ശരിയാ തെറ്റിപ്പോകും കേട്ടോ. അതുകൊണ്ടായി തോമസ് കുട്ടി ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നത്. 6 മക്കള്. 5 എൻ്റെ സ്വന്തം ഒരെണ്ണത്തിനെ ഞാൻ എടുത്തു വളർത്തുകയാണ്. ഇനി പറയുന്നു കേട്ടാട്ടെ, എൻ്റെ ഒരു കുഞ്ഞു പോലും പിഴയായില്ല. അവർ പഠിച്ചതൊക്കെ കേരളത്തിൽ, എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലാണ്. മൂത്ത മോൻ പഠിച്ചത് കേരളത്തിൽ, അതിനുശേഷം മധ്യപ്രദേശിൽ. 2-ാമത്തെ മോളും 4-ാമത്തെ മോളും പഠിച്ചത് ബാംഗ്ലൂരിൽ. 3-ാമത്തെ മകൻ പഠിച്ചത് പഞ്ചാബിൽ. 5-ാമത്തെ മകൻ പഠിച്ചത് ബോംബെയിൽ. അവരെ ആരും പോയെടുത്ത് ഗേൾ ഫ്രണ്ടും ഇല്ലായിരുന്നു, ബോയ് ഫ്രണ്ടും ഇല്ലായിരുന്നു, കള്ളു കുടിക്കാൻ പോയില്ല, ബിയർ പാർലറിൽ പോയില്ല. ആളുകൾ എന്തൊക്കെ ചോദിക്കും, വർഗീസ എന്തുകൊണ്ട് സംഭവിച്ചു? ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി 10:30 ഞാൻ ബെഡേ പോകും. 11 മണിക്ക് എൻ്റെ ഭാര്യ വരും. എൻ്റെ വീട്ടിൽ വേലക്കാരില്ല. എല്ലാവരും പാത്രമൊക്കെ അടുക്കി വെച്ച് ലില്ലി വരുന്നവരെ ഞാൻ നോക്കിയിരിക്കും. ലില്ലി വന്നു കഴിയുമ്പോൾ ഞാൻ ലില്ലിയും കൂടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും.
വേദപുസ്തകം പറയുന്നു, മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും രണ്ടുപേർ ഐക്യമതപ്പെട്ട് ഏതെങ്കിലും കാര്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം സാധിച്ചു തരും. ഞാനും എൻ്റെ ഭാര്യയും എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ പിഴയാകാൻ പാടില്ല. കേരളത്തിൽ പഠിക്കുമ്പോൾ, ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ, മധ്യപ്രദേശിൽ പഠിക്കുമ്പോൾ, പഞ്ചാബിൽ പഠിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പിഴയാകാൻ പാടില്ല. അതുകൊണ്ട് സ്വർഗസ്ഥനായ, അതുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ദൈവം 4 നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഹോട്ടലിലായാലും പ്രാർത്ഥിക്കണം, വിമാനത്തിലായാലും പ്രാർത്ഥിക്കണം, എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് മുസ്ലിം ആണെങ്കിലും പ്രാർത്ഥിക്കണം, ഹിന്ദു ആണെങ്കിലും പ്രാർത്ഥിക്കണം, രാഷ്ട്രീയക്കാരാണെങ്കിലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കുക. 5 നിങ്ങളുടെ യാത്രയുടെ ആദിയിൽ ദൈവം എന്തോ പ്രാർത്ഥിക്കുന്നത്, ദൈവം എന്നെ സുഖമായിട്ട് കൊണ്ടെത്തിക്കണേ അല്ല, അത് പ്രാർത്ഥിക്കണം. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ യാത്ര ഇതായിരിക്കട്ടെ, കർത്താവെ, ഞാൻ ചെന്ന് കയറുന്ന വീട്ടിൽ ഞാനൊരു യേശുവായിട്ട് തീരുവാൻ സഹായിക്കണമേ. അവരുടെ ആവശ്യത്തിന് എന്നെ ഉതകണമേ, അവരുടെ അത്യാവശ്യത്തിന് എന്നെ ഉതകണമേ. അവർ രോഗികളാകുമ്പോൾ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായി തീരണമേ. ഹല്ലേലൂയ. അടുത്തത്, നിങ്ങളുടെ വരുമാനത്തിന്റെ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ദശാംശം കൊടുക്കണം. തങ്കു ബ്രദറിനെ പറ്റി കേട്ടു, 1 ലക്ഷം രൂപ ആർക്കാണ്ട് കൊടുത്തു, ആരാന്ന് പോലും അറിയത്തില്ല. എവിടെ ഇതൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ പണം കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾ കൊടുത്തിരിക്കണം. എനിക്ക് മെസ്സേജ് കിട്ടി. ഹല്ലേലൂയ. നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ ആദ്യത്തെ പൈതലിനെ ദൈവത്തിന് കൊടുക്കണം. ഒരു പൈതലിനെ ദൈവത്തിന് കൊടുക്കണം. എവിടെ ഇരിക്കുന്നു? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ആദ്യ പൈതൽ, ആദ്യത്തെ ആൺകുഞ്ഞ് ദൈവത്തിന്. പഴയ നിയമത്തിൽ ആദ്യത്തേത്, പുതിയ നിയമത്തിൽ ആദ്യത്തേത്, 2-ാമത്തേത്, 3-ാമത്തേത്, 4-ാമത്തേത് ഒരുപോലാണ്. ഏതെങ്കിലും ഒരു കുഞ്ഞ്. പഴയ നിയമത്തിൽ ആൺകുഞ്ഞ് മാത്രം, പുതിയ നിയമത്തിൽ ആണും പെണ്ണും ഒരുപോലാണ്. നിങ്ങളുടെ ഒരു പൈതലിനെ ദൈവത്തിന് കൊടുക്കണം. ഗർഭിണിയായപ്പോഴേ ഞാൻ ലില്ലിയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ കുഞ്ഞുങ്ങൾ ദൈവമക്കളായി സഹായിക്കണമേ. ഇത് ദൈവവേലക്കാരനായി തീരുവാൻ സഹായിക്കണമേ. ആദ്യത്തെ കുഞ്ഞ് ദൈവത്തിന്. എന്റെ അവസാനത്തെ പോയിന്റ്, എല്ലാ വർഷവും കുടുംബജീവിതത്തെ പറ്റിയുള്ള ഒരു പുസ്തകം വായിക്കണം. എല്ലാ വർഷവും ഒരു പുസ്തകം. എന്റെ ഭാര്യ 3 പുസ്തകം വായിക്കും. എനിക്കാണ് അതിന്റെ പ്രയോജനം. ഒരു പുസ്തകം നിങ്ങൾ കുടുംബജീവിതത്തെ പറ്റി വായിക്കുക. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, തിരിയാണ്, 1/2 മിനിറ്റേ ഉള്ളൂ. എന്റെ അടുക്കൽ ചിലർ ചോദിക്കും, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി, ഇനി ഞാൻ കുടുംബജീവിതത്തെ പറ്റി പുസ്തകം വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ കുടുംബജീവിതം 25 വർഷമായെങ്കിൽ പിന്നെ ഇനി ഒരു പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല, 2 പുസ്തകം വായിക്കണം. കാരണം 25 വർഷമൊക്കെ കഴിയുമ്പോഴാണ് പലപ്പോഴും പലരുടെയും കുടുംബജീവിതം ഫ്രോസൺ മാരേജ് ആയിത്തീരുന്നത്. 2 മുറിയിൽ കിടന്നുറങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല, ആരെങ്കിലും വരുമ്പം മാത്രമേ അടുത്തിരിക്കത്തുള്ളൂ. നമ്മളെല്ലാം അഭിനയിക്കാൻ മിടുക്കരാണ്. നമ്മൾ മമ്മൂട്ടിയൊന്നും നമ്മുടെ ബന്ധുക്കളല്ലെങ്കിലും നമ്മൾ അവരെക്കാളൊക്കെ നല്ലതുപോലെ അഭിനയിക്കും. അല്ല, നിങ്ങളുടെ വിവാഹം 25 വർഷം കഴിഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ഒരു പുസ്തകം വായിക്കണം. ഇനിയും അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തീർന്നു. എൻ്റെ 15 സെക്കൻഡ് കൂടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കണം, പാപമില്ലാതെ ജീവിക്കണം. എങ്ങനെ പാപമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കുവാൻ കഴിയും? ദൈവത്തിന്റെ സഹായത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ സാധിക്കാം. ഞാനൊരു പുസ്തകം ഇന്ന് എഴുതി തീർന്നു. ഫേവർ ഒരു പുസ്തകം എഴുതി തീർന്നു. ദൈവത്തിന്റെ ഫേവർ. ഒരു ഭാര്യയെ കിട്ടുന്നവന് ദൈവത്തിന്റെ ഫേവർ കിട്ടിയെന്നാണ്. കൃപയെന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിനകത്ത് ഫേവർ കിട്ടി. ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. നിങ്ങൾ ആരെങ്കിലും മാനസാന്തരപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം പോലൊരു ദിവസം സ്വർഗസ്ഥനായ ദൈവം യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ സഭ സ്വർഗത്തിലേക്ക് കയറിപ്പോകും. ആ സമയത്ത് മാനസാന്തരപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് ഇത് ആ കല്യാണത്തിന്റെ, അവിടുത്തെ കല്യാണത്തിന്റെ ഒരു ലക്ഷണം മാത്രമാണ്, ഒരു നിഴല് മാത്രമാണ്. അതിനകത്ത് ഭാഗവക്കാകുവാൻ ഞാനും നീയും ഒരുങ്ങിയിരിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു, അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കിയെടുക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കിയെടുക്കുന്നു. അത് ഉണ്ടാക്കിയെടുക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.